നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഡിസംബർ 12 എനിക്ക് ഒരു പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞു. അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എടപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലോട്ടാണ്. വിദ്യാസമ്പന്നനും ജ്ഞാനത്തിൻ്റെ സ്വരൂപവുമായ ശൈവ സങ്കല്പത്തിലുള്ള മഹാദേവൻ്റെ രൂപമാണ് ദക്ഷിണാമൂർത്തി. ദാറ്റ് മീൻസ് ഹീ ഈസ് ദ ട്രഷർ ട്രോവ് ഓഫ് നോളജ്. ഈ ദക്ഷിണാമൂർത്തിയുടെ പടം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇഫ് നോട്ട്, ഐ വിൽ ജസ്റ്റ് ഷെയർ എ ഫോട്ടോ ഹിയർ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഈ ഒരു ശ്ലോകം വരുന്നുണ്ട്, വിച്ച് ഈസ് ഡിസ്ക്രൈബിങ് ദിസ് ഇമേജ്. It says that under a banyan tree, വട്ടവൃക്ഷത്തിൻ്റെ താഴെ ഒരു യങ് ആയിട്ടുള്ള ഒരു ഗുരു 4 വയസ്സായ വൃദ്ധരായ ശിഷ്യന്മാർക്ക് മൗനം കൊണ്ട് സകല വിദ്യകളും നൽകുന്നു എന്നാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ചിത്രം വട്ടതരോർമൂലേ വൃദ്ധാ ശിഷ്യ ഗുരുര്യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ. ഈ ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രം അറ്റ്ലീസ്റ്റ് 3500 years ഓൾഡ് ആണെന്നാണ് പറയണത്. ഇപ്പം നമ്മൾ ഏത് ശിവൻ്റെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും ശിവലിംഗം വിൽ ബി ഈദർ ഫേസിങ് ഈസ്റ്റ് ഓർ വെസ്റ്റ്, എന്ന് വെച്ചാൽ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ദൃഷ്ടിയായിട്ടായിരിക്കും. പക്ഷെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി ഫേസ് ചെയ്യണത് ദക്ഷിണ ഭാഗത്തോട്ടാണ്. ദക്ഷിണം എന്ന് പറഞ്ഞാൽ സൗത്ത്. സോ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ സൗത്തിലോട്ട് ഫേസിങ് ആണ്. സോ ഈ അമ്പലത്തിൽ ഈ ദക്ഷിണാമൂർത്തി വന്നതിൻ്റെ കഥ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കഥയാണ്. ദിസ് ടെമ്പിൾ വാസ് ബിൽഡ് ഫോർ ലോർഡ് ശിവ. മഹാദേവൻ്റെ ഒരു ശിവലിംഗം ഉണ്ട് ആ ക്ഷേത്രത്തിൽ. കൂടാതെ ശ്രീ പാർവതിയുടെ ഒരു പ്രതിഷ്ഠ വടക്ക് സൈഡിലായിട്ടുണ്ട്. ശിവൻ്റെ പ്രതിഷ്ഠ, ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ വന്നിട്ട് ഈസ്റ്റ് ഫേസിങ് ആണ്. അപ്പോൾ പറയണമെന്ന് വെച്ചാൽ ശുഭമുഹൂർത്തത്തിന് മുന്നേ തന്നെ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ നടന്നു. അപ്പോൾ ആ ശുഭമുഹൂർത്തം കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു അമ്മിക്കുഴവിയില്ലേ, ചെറുതായിട്ടുള്ള നമ്മുടെ അമ്മിക്കുഴവി, അതെടുത്തിട്ട് തെക്ക് ഭാഗത്ത് പ്രതിഷ്ഠ ചെയ്തു എന്നാണ് പറയണേ. ഈ തെക്ക് ഭാഗത്ത് തെക്ക് ദൃഷ്ടിയായിട്ട് പ്രതിഷ്ഠ ചെയ്ത അമ്മിക്കുഴവിയാണ് ഇപ്പോൾ നമ്മൾ ദക്ഷിണാമൂർത്തിയായിട്ട് സങ്കല്പിച്ച് പൂജ ചെയ്യുന്നത്. ആ നടക്കകത്ത് ഗണേശ അല്ലെങ്കിൽ വിഘ്നേശ്വരൻ അല്ലെങ്കിൽ ഗണപതിയുടെ പ്രതിഷ്ഠ കൂടി ഉണ്ട്. നമ്മൾ അമ്പലം വലം വെച്ച് വരുമ്പോൾ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഗുഹ കാണാൻ പറ്റും. ആ ഗുഹ ശുഗമഹർഷി തപസ് ചെയ്ത ഗുഹയാണെന്നാണ് പറയണത്. ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത് ശുഗമഹർഷി ആയതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. ആ ഗുഹേൻ്റെ അകത്തുനിന്ന് വാരണാസി, കാശിയിലോട്ട് പോകാനുള്ളൊരു സീക്രട്ട് പാസേജ് ഉണ്ടെന്ന് അവിടെ ഒരു ഐതിഹ്യം ഉണ്ട്. അങ്ങനെ ദക്ഷിണാമൂർത്തി എന്ന് പറയണത് വേദാന്ത ഗുരുവാണ്. ആൻഡ് ഈ അമ്പലത്തിൽ വേദപാരായണം പിന്നെ വേദപഠനം ഒക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഈ അമ്പലത്തിൽ വെരി ഫേമസ് ആയിട്ട് ഋഗ്വേദ ലക്ഷാർച്ചന നടത്തുമായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അത് നടത്തുന്നില്ല. ഈ കാലാധീനമായി പോയ ഋഗ്വേദ ലക്ഷാർച്ചനയെ ശുഗപുരം ദക്ഷിണാമൂർത്തി വേദിക് ആൻഡ് താന്ത്രിക് ട്രസ്റ്റ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അത് തൊഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഡിസംബർ 8 തൊട്ട് 15 വരെയായിരുന്നു ഈ ലക്ഷാർച്ചന നടത്തിയത്. ആൻഡ് എവ്രി ഇയർ ഡിസംബർ 8 തൊട്ട് 15 വരെ ഈ ഋഗ്വേദ ലക്ഷാർച്ചന നടത്താനാണ് ശുഗപുരം ദക്ഷിണാമൂർത്തി വേദിക് ആൻഡ് താന്ത്രിക് ട്രസ്റ്റിൻ്റെ ഉദ്ദേശം.
ഋഗ്വേദ ലക്ഷാർച്ചന കാലത്ത് 6 മണി തൊട്ട് 10:30 മണി വരെയും വൈകുന്നേരം 4 മണി തൊട്ട് 5:30 മണി വരെയാണ്. ഞങ്ങളൊരു വൈകുന്നേരം 5:45 ആയ സമയത്താണ് എത്തിയത്. ദീപാരാധനയ്ക്ക് മുമ്പ് ഈ വേദപാരായണം ചെയ്ത് പിന്നെ ലക്ഷാർച്ചന ചെയ്ത ജലം ഭഗവാന് അഭിഷേകം ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പഠിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ വേദം അഭ്യസിക്കുന്ന പണ്ഡിതരോ ആണ് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴേണ്ടതെന്ന്. ഒരിക്കലല്ല. നമ്മളുടെ ബിസിനസ് പീപ്പിൾ ആണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഏത് ഫീൽഡിലും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ലൈക്ക് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എല്ലാവർക്കും അവർക്ക് പാകത്തിന് ഉള്ള അറിവ് പകർന്നു കൊടുത്ത് ഉയർച്ച ഉറപ്പിച്ച് നൽകുന്ന പ്രത്യേക ശിവസങ്കല്പമാണ് ഈ മഹത്തായ പുരാതനമായ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പോയി തൊഴണം കേട്ടോ. എല്ലാവർക്കും വിദ്യയും അറിവും ജ്ഞാനവും ശുഗപുരം ദക്ഷിണാമൂർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.